ആരുടെയൊക്കെയോ സ്വന്തം ചാനലിൽ ബ്ലോക്ക് ബ്ലസ്റ്റർ ചലച്ചിത്രം ചന്ദനം. ചന്തയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയുടെ കഥ ചന്ദനം. പണി തീരും നേരം കമലഹാസന്റെ സിനിമ രണ്ടെണ്ണം കാണണം. ഷാരൂഖ് ഖാന്റെയും രജനീകാന്തിന്റെയും സിനിമ പാട്ടുകൾ കേൾക്കണം. ബാലാമണിയേ! ഓ, തള്ളാര് വിളി തുടങ്ങി. ദാ വരുന്നു. TV കാണാൻ, കിടന്നുറങ്ങാൻ എല്ലാത്തിനും വേണം ഒരു ബാലാമണി. റെസ്റ്റ് എടുക്കാൻ ഞാനും, പണിയെടുക്കാൻ അവരും. ബാല ഒറ്റയ്ക്ക് നിന്നിത് ആരോടാ വർത്താനം? മുത്തശ്ശി ഒന്നും പറ്റാതെ ഇങ്ങോട്ട് എത്തിയോ? 3-4 ടിപ്പർ ലോറി പോകുന്ന കണ്ടപ്പോ ഞാൻ വെറുതെ കൊതിച്ചു. ആട്ടെ, പോയ കാര്യം എന്തായി? 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു ഒന്ന് കാണാൻ. ദാ ഇതങ്ങടെ അകത്തേക്ക് വയ്ക്ക. എന്താ, പ്രസാദാണോ? അല്ല, കപ്പയും പോട്ടി. നാമജപം കഴിഞ്ഞാൽ എനിക്കിത് നിർബന്ധ. ആ, മുറിയുടെ കാര്യം എന്തായി? ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങാമുറിയുടെ കാര്യമല്ല, മുകളിലത്തെ 2 മുറികളെ. അത് 3 വർഷം മുമ്പ് അടിച്ചു വാരിയതല്ലേ, ഇനിയും വൃത്തിയാക്കണോ? വേണം. എന്റെ 2 ആൺമക്കളും ഈ ആഴ്ച ഇങ്ങെത്തും. നീ കണ്ടിട്ടില്ലല്ലോ അവരെ? ഇല്ല. നല്ല തങ്കപ്പെട്ട സ്വഭാവ. നീ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. നല്ല കോളുണ്ട്. മിസ്ഡ് കോൾ ആണോ? അല്ല, മഴക്കോള്. ഇന്ന് ഇടി വെട്ടും ഉറപ്പാ. അതിന് ഇനി മുതൽ ഇടി വെട്ടില്ല ഉണ്ണിയമ്മേ. ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. എന്ത്? ഇടി മിന്നലേറ്റു മരിച്ചൂന്ന്. എന്തായാലും നീ ആ കുട ഇങ്ങെടുക്ക്. ശരി, ഞാൻ അകത്ത് പോയി കിടക്കട്ടെ. ബാലാമണിയെ, എന്നെ രാവിലെ 4 മണിക്ക് വിളിച്ചോളൂ ട്ടോ. അതെന്തിനാ? നാളെ 30 വെള്ളിയാഴ്ചയല്ലേ? 38 വെള്ളിയാഴ്ചയോ? 30 വെള്ളിയാഴ്ച. നാളെ വിജയുടെ പുതിയ പടം റിലീസാ. കുളിച്ചീറനുടുത്ത് സിനിമയ്ക്ക് പോണം. രാമ 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 കേട്ടെ വില്ലേ കേട്ടെ. അതെ, റിലീസ് ദിവസാ. ബ്ലാക്ക് ടിക്കറ്റ് എടുക്കാൻ പറയട്ടെ? പറ. കൈരിയിൽ കറിക്കത്തി തൂക്കി മഞ്ഞളക്കാതെ ചാർത്തി ഷേണായി തിയേറ്ററിൽ ബ്ലാക്ക് ടിക്കറ്റ് അടിക്കുന്ന കള്ളൻ കുമാരനെ തന്നെ കാണണം. എന്നിട്ടെല്ലാ ദിവസവും പടം കാണണം. ഇവിടാരുമില്ലേ? ഈശ്വരാ, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കിടക്കുന്ന മുറിയിൽ ഈ അസമയത്ത് കഥകൾ മുട്ടുന്നതാരാ? ആരായാലും എനിക്കെന്താ, കേറി പോന്നോളൂ. ആരാ? മനസ്സിലായില്ല. പക്ഷെ എനിക്കാളെ മനസ്സിലായി. മുത്തശ്ശി പറഞ്ഞതിനേക്കാളും സുന്ദരിയാ താൻ. മനുവേട്ടൻ, ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നെയോ? എവിടെ വെച്ച്? സ്വപ്നത്തില്. വാട്ട് എ ഫൂളിഷ്നെസ് ദിസ് ഈസ് എ. സ്വപ്നത്തിലോ? ഞാനും തന്നെ കണ്ടിട്ടുണ്ട്. സ്വപ്നത്തിലോ? അല്ല, ബ്ലൂടൂത്തില്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഞാൻ കണ്ടതാ. തലവെട്ടിക്കേറ്റൊന്നും അല്ല, നല്ല ഒറിജിനൽ കൃത്യമായിട്ട്. അതല്ല, മനുവേട്ടൻ വന്ന കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാന്ന്. മുകളിലത്തെ മുറി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി കിടക്കാം. അല്ല, മനുവേട്ടൻ അവിടെ പോയി കിടന്നോളൂ. ബാല, 143. 143 എന്ന് വെച്ചാ? ഒരു 143 രൂപ കടം തരണം. ഞാൻ വന്ന് ഓട്ടോയ്ക്ക് കൊടുക്കാനാ. അത് തരാം. പക്ഷെ മനുവേട്ടൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറ. ആരാരും കാണാതെ ഓടെല്ലാം നീക്കിയിട്ട് ലുങ്കിയിൽ തൂങ്ങിയിറങ്ങി ഞാൻ. നാട്ടുമ്പുറത്തെ പെൺകുട്ടികളുടെ ഓരോരോ കാര്യം. ബാല ഇങ്ങ് അടുത്ത് വരൂ. വേണ്ട മനുവേട്ടാ, ബാലവേല സർക്കാർ നിരോധിച്ചതാ. അമേരിക്കയിലൊന്നും ഒരു പ്രശ്നമില്ല. ഇങ്ങ് അടുത്ത് വരൂ ബാല, കമോൺ. മനുവേട്ടാ, വേണ്ട വേണ്ട, വിട്. ഒരു വേലക്കാരി പെണ്ണായ എന്നെ വെറുതെ മൂപ്പിക്കരുത്. അല്ല, മോഹിപ്പിക്കരുത്. ഇല്ല ബാല, ഐ ആം മാൻ ഓഫ് ദ സീരീസ്. നിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. എന്താ അവിടെ ഒരു ബഹളം? അയ്യോ, ഉണ്ണിയപ്പം. അല്ല, ഉണ്ണിയമ്മ. മനുക്കുട്ടൻ. മുത്തശ്ശി.
എത്ര നാൾ കൂടി കണ്ടു മുത്തശ്ശിനെ ഞാൻ? മുത്തശ്ശി, മുത്തശ്ശി. വിടടാ, വിടാ. എന്റെ മനുക്കുട്ടൻ വലിയൊരാളായി. അത് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? കെട്ടിപ്പിടിച്ചപ്പോ മുത്തശ്ശിക്ക് ഒരു ഉൾപ്പുളകം. എന്റെ കുഴമ്പ് കൊണ്ടുവന്നോ നീയ്? മുത്തശ്ശിക്ക് ഇത് എന്തിന്റെ കുഴമ്പാ? സർപ്പഗന്ധാദി. കാലുവേദനയ്ക്ക് നല്ലതാ. തലയെ പുരട്ടിയ ദഹനക്കേട് മാറും. ഒക്കെ കൊണ്ടുവരാം. മനുക്കൂട്ടൻ ഇനി 1 മാസം മുത്തശ്ശിയുടെ കൂടെ തന്നെ അല്ലേ? 1 മാസം കഴിഞ്ഞാലും നിന്നെ ഞാൻ എങ്ങടും വിടില്ല. മുത്തശ്ശി ജർമ്മനി, ജപ്പാൻ, ജെറ്റ്ലിയോ? ജെറ്റ്ലി അല്ല, ഇറ്റലി, ഇവിടെ എല്ലാം പോയി എനിക്ക് സ്കോളർഷിപ്പോടെ പഠിക്കണം. ഒക്കെ പോകാം. ആദ്യമേ സെപ്റ്റംബറിൽ SSLC എഴുതിയെടുക്കാൻ നോക്ക്. പ്ലീസ് മുത്തശ്ശി. എന്തിനാ മുത്തശ്ശി? ഞാൻ പോയിക്കോട്ടെ മുത്തശ്ശി. പ്ലീസ് പ്ലീസ് മുത്തശ്ശി. നീ എന്താ കുട്ടിയെ കാണിക്കണേ? വരുന്ന വഴിക്ക് ശ്രീധരമാമ പറഞ്ഞു മുത്തശ്ശിയുടെ മൂഡ് നോക്കി വേണം ഈ കാര്യം സംസാരിക്കാനെന്ന്. അംബാസഡർ പോലിരുന്ന മുത്തശ്ശിയ ഇപ്പൊ ഒമിനി പോലായി. നിന്റെ കുട്ടി ആകെ മെലിഞ്ഞു. അത് തടിക്കാഞ്ഞിട്ടാ മുത്തശ്ശി. ബാലയെ കണ്ടോ നീയെ? ബാലെ കണ്ടില്ല. വരുന്ന വഴിക്ക് ഒരു നാടകം കണ്ടു. ഇങ്ങടെ വരൂ കുട്ടി. ദാ ഇവരുടെ കാര്യാ പറഞ്ഞത്. സാധു ലേഡിയാ. സാധു വീഡിയോ. പാവം പെൺകുട്ടിയാണെന്ന്. എനിക്കൊരു സഹായത്തിന് ഇവിടെ ഞാനേ ഉള്ളൂ. ഞാൻ പോയി അടിച്ചു വാരിക്കോട്ടെ. ഈ മുറിയൊന്നും ഇനി അടിച്ചു വാരിയിട്ട് കാര്യമില്ല. കിളക്കണം, അത്രയ്ക്ക് മണ്ണുണ്ട്. നാളെ രാവിലത്തേക്ക് കടല നനച്ചോ നീയെ? കടലോ? കടൽ എന്തിനാ നനയ്ക്കുന്നത്? കടലല്ല, കടല. പുട്ടിന്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ആട്ടിൻകാട്ടം പോലെയുള്ള സാധനം. ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന കുട്ടിയാ. അവന് ആട്ടിൻകാട്ടം ഏതാ കൂർക്ക ഏതാന്നൊന്നും അറിയില്ല. മുത്തശ്ശി, എനിക്ക് വല്ലാതെ നൊസ്റ്റാൾജിയ തോന്നുന്നു. മുത്തശ്ശിക്ക് തോന്നുന്നില്ലേ? ഹാ, തോന്നിയിട്ട് എന്താ കാര്യം? മുത്തശ്ശൻ മരിച്ചില്ലേ?